Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 11. Find all real numbers x that satisfy the following inequalities. ഈ ഇനീക്വാലിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന x എന്നുള്ള റിയൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് ഇനീക്വാലിറ്റി ഏതാണ്? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 3x + 4. ഈ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? റൈറ്റ് സൈഡ് ഉള്ള ടേമിനെ ലെഫ്റ്റിലേക്ക് എടുക്കാം. സോ നമുക്ക് എക്സ് സ്ക്വയർ ഈ പ്ലസ് 3x ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -3x ആകും, +4 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -4 ആകും. റൈറ്റ് സൈഡിൽ ഇപ്പൊ ആരുമില്ല, അപ്പൊ നമുക്ക് 0 കൊടുക്കാം. ഇവിടെ ഉള്ള ഗ്രേറ്റർ ദാൻ നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -4ഉം ആഡ് ചെയ്താൽ -3 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. സോ അത് ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? നമുക്കറിയാം ഇവിടെ എക്സ് എഴുതാം. ഓക്കെ, സോ നോക്കൂ, -4ഉം +1ഉം 1 × -4 നമുക്ക് -4 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ -4 കിട്ടും. അതേപോലെ 1ഉം -4ഉം ആയിട്ട് നമുക്ക് -3 കിട്ടും. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? -4ഉം +1ഉം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. x - 4 × x + 1 ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, നമ്മളിവിടെ രണ്ട് കേസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കേസ് 1 ഏതാണ്? x - 4 എന്നുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് ആവുന്നതും ആൻഡ് x + 1 എന്നുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് ആവുന്നതും. നോക്കൂ, ഈ രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള മീനിങ് എന്താണ്? രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. കാരണം പ്ലസ് ഇൻറ്റു പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ആവുക, അല്ലെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ആവുക. ഓക്കെ, അപ്പൊ നോക്കൂ, ആദ്യത്തെ കേസിൽ രണ്ട് ടേമും പോസിറ്റീവ് ആവുന്ന കേസ് നമ്മൾ ചെക്ക് ചെയ്യാം. സോ x - 4ഉം പോസിറ്റീവ്, x + 1ഉം പോസിറ്റീവ്. നോക്കൂ, ആദ്യത്തെ കേസിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. സോ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. സോ നോക്കൂ, ഇവിടെ x - 4 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള മീനിങ് എന്താണ്? x ഗ്രേറ്റർ ദാൻ ഈ -4 അങ്ങോട്ട് പോകുമ്പോൾ +4 ആകും. 4നേക്കാൾ വലുതായിരിക്കണം x. അതുപോലെ x + 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ 1നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് -1 എഴുതാം. അപ്പോ എക്സ് 4നേക്കാൾ വലുതായിരിക്കണം x, -1നേക്കാൾ വലുതായിരിക്കണം x. ഞാൻ ഇവിടെ ഒരു റിയൽ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 4 മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? -1 മാർക്ക് ചെയ്തു. നോക്കുക, 4നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. അതാണ് ഈ കണ്ടീഷൻ. അതേപോലെ നോക്കുക, ഞാൻ -1നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണ്? x ഗ്രേറ്റർ ദാൻ 4ലാണ്. ഓക്കെ, കാരണം x ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുന്നതിൽ എന്തുണ്ട്? x ഗ്രേറ്റർ ദാൻ 4 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? x ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ ആൻസർ x ഗ്രേറ്റർ ദാൻ 4 എന്ന് കിട്ടി. നെക്സ്റ്റ്, ഈ രണ്ട് ടേമിന്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതാണ് അടുത്ത കേസ്. കാരണം മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ് പോസിറ്റീവ് ആയി നിൽക്കുക. സോ അടുത്ത കേസ് ഏതാണ്? ഓക്കെ, കേസ് 2 എന്ന് പറയുന്നത് x - 4 നെഗറ്റീവ്, x + 1 നെഗറ്റീവ്. സോ ഈ കേസിൽ ഏതായിരിക്കും? നോക്കൂ, x - 4 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. സോ x - 4 <0. ഓക്കെ, ഇത് നോക്കൂ, ഈ -4 ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ +4 ആയി. ഇതുപോലെ x + 1 നെഗറ്റീവ്. സോ x + 1 <0. സോ നോക്കൂ, ഈ 1നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -1. ഞാനിവിടെ റിയൽ ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ 4 മാർക്ക് ചെയ്തു, ഇവിടെ ഞാൻ -1 മാർക്ക് ചെയ്തു. നോക്കുക, 4നേക്കാൾ താഴെ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് വരിക. അതേപോലെ നോക്കൂ, -1നേക്കാൾ താഴെ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് വരിക. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് ഏതിലാണ്? x <-1. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ കേസിലെ സൊല്യൂഷൻ ഏതായിരിക്കും? x <-1. സോ ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടിയ ആൻസർ x പോസിറ്റീവ് ആയിരിക്കണം, 4നേക്കാൾ വലിയ നമ്പർ ആയിരിക്കണം, 4നേക്കാൾ വലിയ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അതേപോലെ രണ്ടാമത്തെ കേസ് നമുക്ക് -1നേക്കാൾ താഴെയുള്ള റിയൽ നമ്പേഴ്സ്. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാം. രണ്ട് കേസിനും കൂടെ കമ്പൈൻ ചെയ്യാം x വാല്യൂസ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈ ഇനീക്വാലിറ്റിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സുകളായിരിക്കും. എക്സുകൾ 4നേക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ എക്സുകൾ -1നേക്കാൾ ചെറുതായിരിക്കണം. നെക്സ്റ്റ്, സെക്കൻഡ് ഇനീക്വാലിറ്റി 1 < x² 4. ഇത് നമുക്ക് രണ്ട് കേസ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. x² ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ 1നേക്കാൾ വലുതായിരിക്കണം നമ്മുടെ x². ഓക്കെ,
അതേപോലെ എക്സ് സ്ക്വയർ ലെസ് ദാൻ 4, 4നേക്കാൾ ചെറുതായിരിക്കണം എക്സ് സ്ക്വയർ. ഇങ്ങനെ രണ്ട് കേസ് ആയിട്ട് നമ്മൾ ഇനീക്വാലിറ്റിയെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നോക്കൂ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 നമുക്ക് രണ്ട് കേസ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. നോക്കൂ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഒന്നുകിൽ 1നേക്കാൾ വലുതായിരിക്കണം എക്സ്. ഓക്കെ, കാരണം 1നേക്കാൾ വലിയ നമ്പറിന്റെ സ്ക്വയർ ഇവിടെ കൊടുക്കുമ്പോഴാണ് ഇവിടെ കിട്ടുന്ന ആൻസർ 1നേക്കാൾ വലുതാവുന്നത്. അല്ലെങ്കിൽ -1നേക്കാൾ ചെറുതായിരിക്കണം എക്സ്. കാരണം -1നേക്കാൾ ചെറിയ നമ്പർ എക്സിന് കൊടുക്കുമ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് അത് 1നേക്കാൾ വലുതാവുന്നത്. ഫോർ എക്സാമ്പിൾ, -1നേക്കാൾ ചെറിയൊരു നമ്പറാണ് -2. നിങ്ങൾ ഇവിടെ -2 കൊടുത്തു നോക്കൂ, -2 സ്ക്വയർ എന്നുള്ളത് 4 ആണ് കിട്ടുക, അത് 1നേക്കാൾ വലുതാണ്. അപ്പൊ നോക്കട്ടെ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1ന് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ -1 എന്ന് എഴുതാം. ഇതേപോലെ എക്സ് സ്ക്വയർ ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് എഴുതാം. കാരണം ഒരു നമ്പറിന്റെ സ്ക്വയർ 4നേക്കാൾ ചെറുതാവുന്നത് എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കുമ്പോഴാണ്? -2നേക്കാൾ വലിയ വാല്യൂ, 2നേക്കാൾ ചെറിയ വാല്യൂ കൊടുക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഈ രണ്ട് ഇനീക്വാലിറ്റിയും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. സിമ്പിൾ ആണ്. നമുക്ക് ഈ ഇനീക്വാലിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് റിയൽ ലൈനിൽ വരച്ച് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഒരു -2 മാർക്ക് ചെയ്തു, ഇവിടെ ഒരു 2 മാർക്ക് ചെയ്തു. ഓക്കെ, അതിനിടക്കാണല്ലോ എക്സ് ഉള്ളത്, -2നും 2നും ഇടക്കാണ് എക്സ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതായിരിക്കും നമ്മുടെ എക്സ് റിയൽ ലൈനിൽ. അതേപോലെ നോക്കൂ, 1നേക്കാൾ വലുതായിരിക്കണം എക്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു 1 മാർക്ക് ചെയ്തു. ഇതാണ് 1. 1നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? 1നേക്കാൾ വലുതാണ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം വരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു ഭാഗം ഏതാണ്? ഈ ഇന്റർവെൽ ആണ്. ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ 1,2. അതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ലെസ് ദാൻ -1ഉം -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -2ഉം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. നമ്മൾ ഇതേപോലെ റിയൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ -2 മാർക്ക് ചെയ്യാം. -2 മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ -1 മാർക്ക് ചെയ്യാം. -1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, നമുക്ക് ഈ ഇന്റർവെൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? -2നും 2നും ഇടയ്ക്കുള്ള എക്സ് വാല്യൂസ് നമ്മളത് മാർക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, -1നേക്കാൾ ചെറുതായിരിക്കണം എക്സ് എന്ന് പറയുമ്പോൾ, -1നേക്കാൾ ചെറുത് പറയുമ്പോൾ കംപ്ലീറ്റ് -1ന്റെ താഴേക്കുള്ള റിയൽ നമ്പേഴ്സ് വരും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഭാഗം ഏതാണ്? ഈ ഇന്റർവെൽ പറയുമ്പോൾ -2 -1, ഓപ്പൺ ഇന്റർവെൽ -2 -1. അപ്പൊ ഇതാണ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ്. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുന്ന പറയുമ്പോൾ ഈ രണ്ട് ഇന്റർവെലിന്റെ കൂടെ യൂണിയൻ എടുക്കാം. അതായിരിക്കും നമ്മുടെ ആൻസർ. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഓപ്പൺ ഇന്റർവെൽ 1 2 യൂണിയൻ ഓപ്പൺ ഇന്റർവെൽ -2 -1. ഓക്കെ, ഇതിനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സെറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ബിയിലെ ആൻസർ ആണിത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ,